എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി കളക്ഷൻസാണ് വീണ്ടും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഡിസൈൻസൊക്കെ മൊത്തമായിട്ട് കാണുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അത് തന്നെ കാണിക്കുന്ന ഒരു ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ ഡിസൈൻസ് വരുന്ന നടുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ 10 കളറിൽ വന്ന ചാർട്ടാണ് കേട്ടോ ഇത്. സെയിം ഇംഗ്ലീഷ് കളേഴ്സ് തന്നെ ഡിസൈൻ ഡിഫറൻ്റ് ആണെന്നുള്ളൂ. കഫ്താനൊക്കെ ചെയ്യാൻ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഡിസൈൻസ് ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ മോഡൽ മതി കഫ്താൻ ചെയ്യാൻ. ഇതുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കും, ഫിനിഷിങ് നല്ല സ്റ്റാൻഡേർഡ് ഇരിക്കും ഈ ഒരു മോഡലിൽ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 143 പ്ലസ് GST ആണ്. 5% GST. GST ഉൾപ്പെടെ 150 രൂപയുടെ അടുത്തേക്ക് റേറ്റ് വരും. 10 കളറാണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതേ മോഡൽ തന്നെ വേറെ പറഞ്ഞാൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പക്ക ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയുള്ള വേറെ ഡിസൈൻസ് നമുക്ക് ഇനി വരും. ഇത് മാത്രമല്ലാണ്ട് വീണ്ടും കൂടുതൽ ഡിസൈൻസൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയാണ്. എപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് നമ്മുടെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത്. പലരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്ന കാരണം അങ്ങനെ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാനുള്ള അത്. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാലും നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. പിന്നെ നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി വൈകുന്നേരം 6 മണി വരെയാണ്. വാട്സാപ്പിലാണ് നമ്മൾ ഓർഡർ കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഈ വീഡിയോയിലുള്ള ഡിസൈൻസ് അല്ലാണ്ട് വേറെയും ഡിസൈൻസ് നമുക്ക് സ്റ്റോക്കിലുണ്ട്. എല്ലാത്തിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. പിന്നെ നമ്മുടെ അടുത്ത് 1-2 പേര് ചോദിച്ചൊരു ഡൗട്ടായിരുന്നു, ഈ 290 ആണോ 3 മീറ്ററാണോ മെറ്റീരിയൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 മീറ്ററെന്ന് യൂഷ്വലി എല്ലാവരും പറയുന്ന ഒരു ഐറ്റമാണ്. ഇത് 290 കട്ടെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ഓൾമോസ്റ്റ് 296, 97 അത്രയൊക്കെ ഉണ്ടാവും. 3 മീറ്റർ അപ്രോക്സിമേറ്റ് ഉണ്ടാവും. അപ്പം 3 മീറ്റർ എക്സാക്റ്റ് തന്നെ ഒരു മെറ്റീരിയലും ഇല്ല, എല്ലാം ഈ ഒരു റേഞ്ചിലൊക്കെയാണ് വന്നത്. പിന്നെ ബണ്ടിൽ എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചോദിച്ചവർക്കാണ് ഇത് ഒന്നുകൂടെ നമ്മൾ പറയുന്നത്. ഈ കാണിക്കുന്നതാണ് ഒരു ബണ്ടിൽ. ഒരു ഡിസൈനിന് 30 പീസ്, ഇതിപ്പോൾ 10 ഡിഫറെൻറ്റ് കളറാണ്. ഇതുപോലെ 5 ഡിഫറെൻറ്റ് കളറിൻ്റെ ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ എടുക്കേണ്ടതാണ് ബണ്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ ബണ്ടിലായിട്ട് എടുക്കുമ്പോഴും പിന്നെ ബെയിലായിട്ട് എടുക്കുമ്പോഴും അതിൻ്റെ റേറ്റിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വിളിച്ച് ചോദിക്കുകയോ അല്ല വാട്സാപ്പിൽ ചോദിക്കുകയോ ചെയ്താൽ മതി. വർദ്ധമാനില്ലേന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഡിസൈൻ നല്ലതായിട്ട് മാത്രമാണ് ഐറ്റം എടുത്തിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ എത്ര നല്ല കമ്പനിയാണെന്ന് പറഞ്ഞാലും ഡിസൈൻ കൊള്ളില്ലാന്നുണ്ടെങ്കിൽ ആരും എടുക്കില്ല. നമ്മളിപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ, പിന്നെ ലാൽജിവാല. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വർദ്ധമാനും മഹാവീറൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. ഈ രണ്ട് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലും ലാൽജിവാല എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ ഡിസൈൻസാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിങ്ങനെ ഓരോ ഡിസൈൻസ് ഇങ്ങനെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ മറ്റേ നോക്കുമ്പോഴത്തേക്കും ഇതാണ് ഇച്ചിരി ബെറ്റർ എന്ന് തോന്നും. അപ്പോൾ അത് കാരണം ഇതാണ് എടുക്കുന്നത്. പിന്നെ വർദ്ധമാനം അടുത്ത് തന്നെ നമ്മൾ കൊണ്ടുവരും, ഏറ്റവും അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ റീറ്റെയിലിൻ്റെ കാര്യം ചോദിക്കുന്നതായിരുന്നു. റീറ്റെയിൽ എന്തായാലും അടുത്ത മാസത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും. അതിനകത്ത് വേറെ ഇതൊന്നുമില്ല, എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ. ഓൾ ഇന്ത്യ ലെവൽ ഷിപ്പിങ്ങും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതെല്ലാം നമ്മൾ വീഡിയോയിൽ പറയുന്നതാണ്. മെറ്റീരിയൽ ഓർഡർ ചെയ്യാനായിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഡിസൈൻസ് വാങ്ങിക്കുക. ഡിസൈൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഡിലേ വരുത്തുന്നതനുസരിച്ച് ഓരോ ഡിസൈൻസ് കിട്ടാണ്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഡിലേ ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത്. പിന്നെ മെറ്റീരിയൽ ഓർഡർ ചെയ്യുമ്പോൾ അഡ്രസ്സ് വിത്ത് പിൻകോഡ് അയക്കണം. ഇപ്പോഴും പലരും പിൻകോഡ് അയക്കാൻ മറന്നു പോകുന്നുണ്ട്. പിൻകോഡും കൂടെ അയച്ചു കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് സെയിൽ ഓർഡർ തരും. സെയിൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പേയ്മെൻറ്റ് ഡിലേ വരുത്തരുത്. പേയ്മെൻറ്റ് ഡിലേ വരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓർഡർ ക്യാൻസൽ ആവും, പിന്നെ അത് കിട്ടില്ല. ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ, ഇത് രണ്ടും ഉപയോഗിച്ചാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അപ്പോൾ നമ്മൾ നോക്കിക്കോളാം ആ കാര്യങ്ങളൊക്കെ. പിന്നെ ബില്ല് ചെയ്യുമ്പോൾ തന്നെ പറയണം ഇന്ത്യ പോസ്റ്റാണോ കൊറിയറാണോ അയക്കേണ്ടത് എന്നുള്ളത്. 40 പീസിൻ്റെ മുകളിലേക്കുള്ള ഓർഡേഴ്സ് എല്ലാം പാഴ്സൽ വഴിയാണ് അയക്കുന്നത്. കേരളത്തിൻ്റെ അകത്താണെങ്കിലും കേരളത്തിൻ്റെ പുറത്തേക്കാണെങ്കിലും. ഇപ്പോൾ ഈ കാണിക്കുന്ന ഡിസൈൻസ് നമുക്ക് മുമ്പ് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ കാണിക്കുന്ന ഡിസൈനും ഇനി അടുത്ത് കാണിക്കുന്ന ഡിസൈനൊക്കെ നമുക്ക് മുമ്പ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് കസ്റ്റമർ ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ കിട്ടിയപ്പോൾ രണ്ടാമതും കിട്ടിയപ്പോൾ നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്. അത് കാരണം നമ്മൾ എടുത്തതാണത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു ട്രാൻസ്പോർട്ടറിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട്. അത് അവർക്കുള്ള കുറച്ച് ഇൻറ്റേർണൽ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് മെറ്റീരിയൽ വരാനും കുറച്ച് ഡിലേ ഉണ്ട്. അപ്പം സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നവരൊക്കെ മെറ്റീരിയൽ അവൈലബിൾ ആവണനുസരിച്ച് പർച്ചേസ് ചെയ്യുക. പുതിയ പുതിയ ട്രെൻഡിലുള്ള ഡിസൈൻസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഐറ്റം വരുന്നതനുസരിച്ച് എടുക്കുക. പിന്നെ ഇപ്പോൾ ഒരു പുതിയ ഐറ്റം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലോക്കലിലുള്ള ആർക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷേ അത് അവരവിടെ നിന്ന് ഡിസൈൻ ചെയ്ത് ട്രെൻഡാക്കി വെച്ചേക്കണ ഐറ്റം ആയിരിക്കും. ഇപ്പോൾ ഈ നൈറ്റ് വിത്ത് ഷാളിലൊക്കെ പുതിയൊരു മോഡലൊക്കെ വന്നപ്പോൾ ആദ്യം അങ്ങനെയായിരുന്നു. ആദ്യം ആർക്കും വേണ്ടായിരുന്നു. പിന്നീടാണ് അത് കയറി ട്രെൻഡായത്. പിന്നെ മെറ്റീരിയൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഫിസിക്കൽ ഡാമേജ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് റിട്ടേൺ എടുക്കും. അപ്പോൾ അത് ആരും പേടിക്കൊന്നും വേണ്ട. കട്ട് ചെയ്യരുത്. മെറ്റീരിയൽ കട്ട് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ട്രാൻസ്പോർട്ടറിൻ്റെ അടുത്ത് നിന്നുള്ള ഡിലേ എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമായിട്ടുള്ള ഡിലേ അല്ല, മൊത്തത്തിലുള്ള ഡിലേ ആണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും മെറ്റീരിയൽ ചെറിയൊരു ഷോർട്ടേജ് മീൻസ് ചെറിയൊരു ഡിലേ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക.
പിന്നെ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാറ്റി വയ്ക്കണ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മിനിമം 10 എടുത്തിരിക്കണം. 10 കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കില്ല. പിന്നെ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. അത് രണ്ടും എല്ലാവരും ഓർത്തിരിക്കണം. അതിപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് 3 മാറ്റി വയ്ക്കുക, 4 മാറ്റി വയ്ക്കുക. അത് നമ്മളങ്ങനെ ചെയ്യില്ല. മിനിമം 10 ഉണ്ടെങ്കിൽ മാത്രമാണ് മാറ്റി വയ്ക്കുകയുള്ളൂ. അത് 10 പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ വിത്തൗട്ട് GSTക്ക് മെറ്റീരിയൽസ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പരിപാടി നമ്മൾ ചെയ്യണില്ല. നേരെ വാ നേരെ പോ. എല്ലാം കംപ്ലീറ്റ് GST ബില്ലും കാര്യങ്ങളൊക്കെ മാത്രമാണ് നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ കൊറിയറിൻ്റെ ചാർജസ് ഫസ്റ്റത്തെ കിലോയ്ക്ക് 50 രൂപ, എക്സ്ട്രാ കിലോയ്ക്ക് 25 വെച്ചിട്ടാണ് ചാർജ് ആവുന്നത്. ഏതാണ്ട് ഒരു 5 കിലോയുടെ മുകളിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഡിസ്കൗണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് 25 പീസ് എടുക്കാൻ നമ്മൾ പറയുന്നത്. അപ്പോൾ 25 പീസ് എടുക്കുമ്പോൾ 175 രൂപയാണ് നമുക്ക് വന്നോളൂ. അത് ഈ പറഞ്ഞ റേറ്റ് സാധാ ബിറ്റിൻ്റെയാണ്. 320ൻ്റെ ഇതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വെയിറ്റ് കൂടുതൽ വരും. അതനുസരിച്ച് റേറ്റിലും കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ഓർത്തിരിക്കുക. ഇപ്പോൾ 320, പിന്നെ നമ്മുടെ ആൽഫേൻ്റെ മെറ്റീരിയൽ അതിനൊക്കെ ആകുമ്പോൾ വെയിറ്റ് കുറച്ച് കൂടുതലാണ്. സോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ ഡിസൈൻസും കാര്യങ്ങളെല്ലാം. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.